ഇന്ന് നമുക്ക് മുന്തിരിക്കൊത്തുണ്ടാക്കാം. ഇത് തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു പലഹാരമാണ്. ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. നമ്മുടെ സുഹിയൻ്റെ വേറൊരു വേർഷൻ, ഒരു വകയിലൊരു ബന്ധു എന്ന് പറയാം. രണ്ടിനും വേണ്ടത് ചെറുപരിപ്പാണ്, നമ്മുടെ പച്ചപ്പയറില്ല അത്. അതിനെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. അത് നന്നായിട്ടൊരു പാനിലിട്ട് നല്ല കളറൊക്കെ മാറി കണ്ടില്ലേ, ഇതിനൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. നല്ല ചുവക്ക വറുത്തെടുക്കുക എന്ന് പറയും. ഞാനൊരു 2-3 കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, പയർ മാത്രം വറുത്താൽ മതി. അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെ ഒരു ടേസ്റ്റിന് ഇട്ടെന്നേ ഉള്ളൂ. ഇതിനെന്താ മുന്തിരിക്കൊത്തെന്ന് പേര് വന്നൊന്നും അറിയില്ല. അപ്പോൾ അത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ച് വയ്ക്കുക. അത് പൊടിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 ഏലക്കയും കൂടെ ഇടുന്നുണ്ട് പൊടിക്കാൻ വേണ്ടി. അതേ പൊടിച്ചെടുത്തുകൊണ്ട് വന്നു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാടങ്ങ് മൂത്തൊന്നും പോകണ്ട, ഒന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. അതിനുശേഷം അതിലേക്ക് നമ്മൾ ശർക്കര പൊടിയായിട്ട് കൊടുക്കുന്നത്. ശർക്കര ഉരുക്കിയ ശർക്കര പാനിയാണെങ്കിൽ അതായാലും മതി. ശർക്കര പൊടിയായതുകൊണ്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഈ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് വരണം. അങ്ങ് ഒറ്റനൂൽ പരുവ് അങ്ങനെയൊന്നും വേണ്ട, ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി, ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പരുവ് അങ്ങനെ ആയാൽ മതി. പെട്ടെന്ന് തന്നെ ആവും, നമ്മൾ ഇത്തിരി വെള്ളമെല്ലാം ഒഴിച്ചുള്ളത് കൊണ്ട്. അങ്ങനെ ആയി കഴിയുമ്പം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അല്പം ഒന്ന് ചൂടാറുമ്പം, എന്നാൽ ചൂട് ഉണ്ടായിരിക്കണം, കൈ ഒത്തിരി പൊള്ളാത്ത രീതി, എന്നാലും കൈ നല്ലപോലെ ചൂട് പൊള്ളും. അങ്ങനെ ഉരുട്ടിയെടുക്കുക, പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കുക. ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ അരി, 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ഉരുളകൾ ഓരോന്നും ഈ മാവിനകത്ത് മുക്കി പൊരിച്ചെടുക്കുക. തമിഴ്നാട്ടിൽ ഇതുണ്ടാക്കുന്നത് 3 ഉരുളകൾ ഒന്നിച്ചെടുത്ത് മാവിൽ മുക്കി ഒന്നിച്ചാണ് ഇങ്ങനെ പൊരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ എണ്ണ ആയതുകൊണ്ട് കൈകൊണ്ട് ഇടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഓരോന്ന് സ്പൂൺ കൊണ്ട് കോരിയായിട്ടത്. അവർ ചെയ്യുന്നത് 3 ഉരുള ഒന്നിച്ച് ഈ മാവിനകത്ത് മുക്കി ഒന്നിച്ച് പൊരിച്ചെടുക്കും. അങ്ങനെയാണ് ഇത് അവിടെയൊക്കെ കിട്ടുന്നത്. ഇനി അങ്ങനെ 3 ചേർന്ന മുന്തിരിക്കൊല പോലെ ഇരിക്കുന്നത് അതുകൊണ്ടാണോ മുന്തിരിക്കൊത്തെന്ന് പേര് വന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് പറയുന്നത്, മുന്തിരിക്കൊത്തെന്ന്. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സുഹിയനാണെങ്കിൽ ഒരുപാട് സോഫ്റ്റ് ആപ്പിന് ഒരു ദിവസം ഇരിക്കത്തുള്ളൂ. ഇതങ്ങനെയല്ല, 3-4 ദിവസം ഇരിക്കും. അല്പം കട്ടിയുണ്ടാകത്ത്, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.